ആഹാ, മഴ, ജോൺസൺ മാഷ്, കടിച്ചു പറിച്ച വയറ്, അന്തസ്. ഹലോ, KCB ശീലനാണ് സംസാരിക്കുന്നത്. സാറേ, ഓ, ഞാൻ ആകെ വിഷമത്തിലാണ് സാർ. എന്തു പറ്റി? ലൈൻ എല്ലാം പോയി സാറേ. അവള് പോയ അവളുടെ കുഞ്ഞമ്മ, നീ മാറ്റിപ്പിടിയടേ. കുഞ്ഞമ്മേ? സാറേ പറയണത് സാറേ, ഞാൻ മഴ പെയ്തിട്ട് ഞങ്ങളെ മരം എല്ലാം കൂടെ ഒടിഞ്ഞു വീണ് ഞങ്ങളെ ഭാഗത്തുള്ള ലൈൻ എല്ലാം പോയി സാർ. പോയോ? എവിടെയാണ് സ്ഥലം? ഇത് എവിടെയാണ്? കിഴക്കമ്പലത്തിന്റെ അവിടുന്ന് താഴോട്ട് വരണം. ഓക്കെ ഓക്കെ ഓക്കെ, വെച്ചോ. ഞാൻ വരണേ സാറേ. ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ, പിന്നെ മഴയും പെയ്ത് ഇവിടെ തണുപ്പും അടിച്ച് മനുഷ്യൻ ചുമ്മാ ഇരിക്കുന്ന സമയത്താണ് ഓരോരുത്തന്മാര് മരം വീണെന്ന് പറഞ്ഞോണ്ട് വിളിക്കുന്നത്. എന്റെ പട്ടി പോകും. വീണ്ടും പോണം. ഹലോ സാറേ. എന്തോ സാറേ, പീസ് ഉണ്ടോ സാർ? ഉണ്ട് സാർ. കൊള്ളാമെന്നുള്ളത് നോക്കി ഒരു 6 ലെഗ് പീസും ഒരു ഫുൾ കുഴിമന്തി ഒരു 2 എണ്ണം. എടാ, നീ എങ്ങോട്ടാണ് വിളിച്ചത്? KFC അല്ലേ സാർ? KFC. KFC അല്ല, ഇത് KCB. അയ്യോ, പിന്നെ ആദ്യം പീസ് ഉണ്ടെന്ന് പറഞ്ഞതോ? പിന്നെ കറണ്ടെ കുത്തുന്ന പീസ് പിന്നെ ഇവിടെ ഉണ്ടാകത്തില്ലേ? പിന്നെ അതും കടിച്ചു വലിച്ചോണ്ട് അവിടെ ഇരുന്നോ? ഓരോരുത്തന്മാരാക്കാനായിട്ട് വിളിച്ചോണ്ടിരിക്കൂടല്ലോ ദൈവമേ. എന്റെ ഫോണെ നിനക്ക് മാത്രം മതിയോ ഇവിടെ അടുത്ത എൻട്രി വരണ്ടേ? നീ മാത്രം ഇങ്ങനെ ഇന്ന് ചലിച്ചോണ്ടിരുന്നാ മതിയോ? ഹലോ, KCB. ഹലോ, KCB അല്ലേ? അതെ അതെ. ആ സാറേ, ഒരു സന്തോഷ വാർത്ത പറയാൻ വിളിച്ചാണ്. എന്താണ്? ഇത്തവണത്തെ കർഷകശ്രീ അവാർഡ് എനിക്കാ കിട്ടിയത്. അതുമല്ല, കൃഷി ഓഫീസിലോട്ട് വിളിച്ചു പറയും. ഇത് KCBയുടെ ഓഫീസാണ്. അയ്യോ അല്ല, ഇവിടെയാണ് ആദ്യം വിളിച്ചു പറയേണ്ടത്. എന്തിനാ ഇവിടെ വിളിച്ചു പറയണത്? അത് 2 വർഷം മുമ്പ് ഞാനേ കറണ്ടിന് വേണ്ടി അപേക്ഷ വന്നിരുന്നല്ല. അപ്പൊ സാറ് വന്നിട്ട് ഒരു 3 പോസ്റ്റ് ഇട്ടിട്ട് പോയി. 2 വർഷമായിട്ട് കറണ്ട് വന്നിട്ടില്ല. അല്ല, അത് പതുക്കെ വരും. ആ, വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഈ പോസ്റ്റിന്റെ താഴെ കുറച്ച് കോവയ്ക്കും പടവലത്തിന്റെ ഒക്കെ വിത്തിട്ട് അത് പടർന്ന് നേരെ ഈ പോസ്റ്റിൽ കേറിയിട്ട് ഇപ്പൊ നല്ല നീളമുള്ള പടവലവും കോവയ്ക്കൊക്കെ കണ്ട് കർഷകശ്രീ അവാർഡ് എനിക്ക് കിട്ടിയിരിക്കാം സാറേ. അപ്പൊ ഈ സന്തോഷം ഇവിടെ അല്ലേ പറയേണ്ടത്? സാർ ഉടനെ വന്നെ നല്ല നീളമുള്ള പടവലമൊക്കെ കാണാം. വരാ. ശരി, എന്നാ നാളെ രാവിലെ തന്നെ അവിടെ പോണം. ആദ്യം അവന്റെ പടവലങ്ങ വെട്ടണം. നമ്മുടെ KCBയുടെ വയറിലാണ് അവൻ കൊണ്ട് പടവലങ്ങ വെട്ട് നടത്തിയിരിക്കുന്നത്. മലരും കിളിയും ഒരു കുടുംബം, നദിയും കടലും ഒരു കുടുംബം, നദിയുടെ കരയിൽ കിളികൾ. എന്താണ് കാര്യം പറയുന്നത്? നമ്മൾ വന്ന് കേറിയത് എവിടെയെന്ന് മനസ്സിലായ? ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഫാനിന്റെ അടുത്താണ്. എവിടെ? എന്ത് നോക്കടി, ധോണിയുടെ ഹെൽമെറ്റും വെച്ചോണ്ടിരിക്കണം. മഞ്ഞ ഹെൽമെറ്റ്. ഓ, കളിയൊക്കെ ഉണ്ടല്ലേ? താന് തന്നെ വർത്താനോ പറയുന്നത്? ധോണിയുടെ ഹെൽമെറ്റ്. ഇത് ധോണിയുടെ ഹെൽമെറ്റ് അല്ല, ഇത് KCBയിലെ ഹെൽമെറ്റ് ആണ്. ഇതെന്തോ മനസ്സിലായി? ഇതെന്താ ഇവിടത്തെ കാര്യം? എന്താണ്? ഞങ്ങളെ മനസ്സിലായില്ലേ? നിങ്ങളെ മനസ്സിലായില്ല? നമ്മളെ മനസ്സിലായില്ല. ഞങ്ങൾ എന്താ മനസ്സിലാവാഞ്ഞത്? എന്നെ കണ്ടോറിനെ തിരിച്ചറിയാനായിട്ട് മോഹൻലാൽ ശോഭനല്ലേ വന്നേക്കുന്നത്? സാറേ, ശീലമല്ലേ? ശീലമല്ല, ചെറുതായിട്ട് മൂക്കി പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പിടിച്ച് വലിച്ചതേ ഉള്ളൂ. അയ്യോ, അതല്ല, നിങ്ങൾ മൂക്ക് ചെറിയുടെ ശീലമല്ലേ എന്നല്ലേ ഞാൻ ചോദിച്ചത്. ശീലൻ സാറല്ലേ? അതെ, ഞാനാണ് ശീലൻ. തന്നല്ലേ? അതെ അതെ അതെ. സാറേ, ഞങ്ങളെ ഉറക്കാൻ വന്നതാണ് സാറേ. അത് പറ. ഉച്ച തൊട്ട് ഞാൻ നിങ്ങളെ നോക്കിയിരിക്കുവായിരുന്നു. കിട്ടണ്ടേ വരാൻ? ഇതിപ്പോ രാത്രി 12:30 മണി. എന്തായാലും കുഴപ്പമില്ല. അങ്ങോട്ട് ചെന്നാ മതി. മനസ്സിലായോ? പഴയ സാധനങ്ങൾ മാത്രമേ എടുക്കാവുള്ളൂ. നീ ഒറ്റ കമ്പി എടുത്തോണ്ട് പോരുത്. എന്തോ അക്കറി പറക്കാൻ വന്നതല്ലേ? പിന്നെ നിങ്ങളല്ലേ പറഞ്ഞത് പറക്കാൻ വന്നേടന്ന്? അങ്ങനെയല്ല, ഞങ്ങളിവിടെ പൊറുക്കാൻ വന്നേണെന്ന്. ഞങ്ങളിവിടെ കേറി താമസിക്കാൻ വന്നതാണ് സാറേ. എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒന്നും മനസ്സിലായില്ലേ? ഇല്ല സാറേ, നിങ്ങൾ അവിടെ വന്ന് ഞങ്ങളെ വീട്ടിൽ വന്ന് ഫീസ് ഊരിയായിരുന്നോ? അത് ചിലപ്പോ കറണ്ട് ചാർജ് അടച്ചില്ലേ, ചിലപ്പോ നമ്മൾ വന്ന് ഫീസ്. കറണ്ട് ചാർജ് അടച്ചിട്ട് തന്നെ ഫീസ് ഊരിയത് നാട്ടുകാർ മുഴുവൻ കേക്കട്ടെ. കറണ്ട് ചാർജ് അടച്ചിട്ട് അത് ചിലപ്പോ എന്തെങ്കിലും കാരണമുണ്ട്. ഇപ്പൊ എന്താണ് അതുകൊണ്ട് പ്രശ്നം? എന്താണ്? എന്റെ കൊച്ചിനാണെങ്കിൽ കറണ്ട് ഇല്ലാതെ പറ്റൂല. മിറാക്കിൾ. ആദ്യമായിട്ടാണ് ഞാൻ കറണ്ടിൽ ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന കൊച്ചിനെ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഒരു ടൈമിൽ കുത്തിയിടുവാണെന്നുണ്ടെങ്കിൽ എത്ര സമയം കരയും? ഇത് എവിടെ ഈ കുത്തിയിടുന്നത്? ഇത് അല്ല, വയറൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തോ സാറേ പറഞ്ഞോണ്ട് ഇലക്ട്രിക് ചാർജ് ചെയ്യുന്ന കുഞ്ഞല്ലേ ഇത്? മൊബൈലിൽ ചാർജ് ചെയ്യണം. മൊബൈലിൽ ചാർജ് ചെയ്യണോ? ഓരാണ് സാറേ. ഇല്ല, കറണ്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ചേട്ടന് സ്വന്തമായിട്ട് ബാങ്ക് ഒക്കെ ഉണ്ട്. ഈ ബാങ്കുള്ള ആളാണോ? പവർ ബാങ്ക് ഇരിക്കുന്നു. സാറല്ലാതെ ഇവളെ ചോദ്യത്തിന് ആരെങ്കിലും ഉത്തരം പറയോ സാറേ? പൈസക്ക് ഭയങ്കര ആവശ്യമുണ്ടല്ലേ? അതുകൊണ്ട് ഇപ്പൊ ഈ സാധനം ഇവിടെ പറഞ്ഞത്. സാറേ, പിന്നെന്താ? ഞങ്ങളെ ഊഷ്മളകുമാറിന് കറണ്ട് ഇല്ലാതെ പറ്റൂല. അത് ശരി. അപ്പൊ നിങ്ങൾ 3 പേരും കൂടാതെ വേറെ ആളും വന്ന് പുറത്തു പോയിട്ടോ? എവിടെ? അല്ല, ഊഷ്മളകുമാർ എന്ന് പറഞ്ഞു. ഞങ്ങളെ കൊച്ച് ഇല്ലാത്ത കുഞ്ഞാ. ഇതിനെയാണ് ഊഷ്മളകുമാർ എന്ന് വിളിച്ചത്. ഞങ്ങൾക്കൊന്നും ഒട്ടും വയ്യടാ. എന്റെ പൊന്നു സാറേ, ഞങ്ങള് പേരിടുന്ന എല്ലാം ഊയിൽ തുടങ്ങിയാണ് പേരിടുന്നത്. ഊഷ്മളകുമാർ, ഞാൻ ഉണ്ണി, ഇവള അച്ഛ ഉൽപ്പലാശ, ഞാൻ ഓർമ്മ,
ഞങ്ങള് മൊത്തം ഫാമിലിയാണ്. ഓ അല്ല സാർ ഒരുപാട് സാർ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം നിങ്ങൾ നല്ല ഫാമിലിയാണ്. ആര് പറഞ്ഞ കേട്ടോ? സാർ ഇങ്ങനത്തെ വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട. ഈ ചൂടത്ത് എന്റെ കൊച്ചു എങ്ങനെ കിടന്നുറങ്ങുന്നതാണ്? ഞങ്ങൾ നോക്കുമ്പോ ഇവിടെ എങ്ങും കറണ്ട് ഇല്ല, ഇവിടെ മാത്രമേ കറണ്ട് ഉള്ളൂ. ഞാൻ എന്റെ കൊച്ചിനായിട്ട് ഇവിടെ തന്നെ കിടക്കും. അങ്ങനെ പ്രതിഷേധോ കാര്യങ്ങളും നടക്കത്തില്ല. KSEBിയുടെ ഓഫീസിൽ അങ്ങനെ വന്ന് കിടക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയാണെങ്കിലേ ഞാൻ എന്റെ ഇൻട്രസ്റ്റിൽ ലൈവ് പോകും. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് പോവുകയോ താഴെ കിടന്ന് ഉള്ളിക്കോ ചെളിവാരി തലേപ്പത്ത് എന്ത് വേണമെങ്കിലും ചെയ്യും. ഇല്ലല്ലാതെ ഇൻട്രസ്റ്റിൽ ലൈവ് പോകും. ചേട്ടാ ഈ സാധനത്തിൽ ഞങ്ങൾ ലൈവ് ഇടും. ഇൻസ്റ്റാഗ്രാം ആണോ ഉദ്ദേശിച്ചത്? ആണല്ലേ? ഞാൻ ചെയ്യപ്പോ നിങ്ങൾ എന്ത് പോയെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. പറയല്ലേ, ദൈവത്തെ ഓർത്താ പേര് പറയരുത്. എന്താണ് സാറേ, സാറിന് മനസാക്ഷി ഉണ്ടാ സാറേ? കൊച്ചിന്റെ മുഖത്തോട്ടൊന്ന് നോക്ക്. ഈ ഇങ്ങനെയുള്ള ഇത്രയും സങ്കടത്തിൽ കരണ ഈ കുഞ്ഞിനെ കൊണ്ടിട്ട് ഈ നട്ടപ്പാതിരാക്കി പെരുമഴ തിരുത്തത്തെ ഞങ്ങൾ എങ്ങനെ പോകും? കൊച്ചു കിടന്നുറങ്ങാം. മനസാക്ഷി ഉണ്ടോ സാർ? ഞങ്ങൾ ഇറക്കി വിടാനായിട്ട് ഒരു കാര്യം ചെയ്യാം. ഇന്നത്തെ ഒരു ദിവസം ഇവിടെ നിന്നോ, നാളെ രാവിലെ ഞങ്ങൾ അവിടെ ഒന്ന് കറണ്ട് റെഡിയാക്കി തരും. മനസ്സിലായല്ലോ? അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് പൊക്കോണം. നിങ്ങളെ രണ്ടുപേരെ ഓർത്തിട്ടല്ല ഞാൻ ഇന്ന് നിങ്ങൾ ഇവിടെ കിടത്താന്ന് തീരുമാനിച്ചത്. പിന്നെ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഉപ്പിലിട്ട് തന്നെ കണ്ടിട്ടാണ്. ഉപ്പിലിട്ട് കൊണ്ടുവന്നാണ്. ഇല്ല, പിന്നെ സാറ് പറഞ്ഞു കണ്ണി വാങ്ങി എടുത്തില്ല, ഞാൻ മറന്നുപോയി. സാറെങ്ങനെ ഞങ്ങൾ ഉപ്പിലിട്ട് കൊണ്ടുവന്നു? ആ കൊച്ചിന്റെ പേരെന്തായിരുന്നു? സാറ് ആ പേര് കേൾക്കാൻ നേരത്ത് ഭയങ്കര അരോചകമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ താമസിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തൊരു കുഴപ്പമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, സാർ ഇവിടെ താമസിക്കാൻ പറഞ്ഞല്ലേ, നീ പായി നിലകണ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തോളാം. നീ കൊച്ചിനെ എടുത്തിട്ടേ നമുക്ക് അത്ത റൂമിൽ പോയി. എന്തടി കണ്ടോ എന്റെ വായിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്റെ മുഖത്ത് നോക്ക്. അയ്യോ 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 എന്റെ ദൈവമേ, നീ രണ്ടുപേരാടാ? ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ആ പെണ്ണുപിള്ളക്ക് കൈ ചൂണ്ടരുതെന്ന് പറ. കൈ ചൂണ്ടി കഴിയാൻ നേരത്തെ എനിക്ക് തല കറങ്ങും. അങ്ങനെ ചൂണ്ടിയാലോ? അങ്ങനെ ചൂണ്ടിയാലോ? അതല്ല, ശീലൻ ചേട്ടനല്ലേ? അതെ, ശീലൻ ചേട്ടനാണ്. സത്യശീലൻ ചേട്ടൻ. അതെ, സത്യശീലൻ ചേട്ടൻ. എന്നെ മനസ്സിലായ? ചേട്ടൻ എന്നെ കാണാൻ വേണ്ടി എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എപ്പോ? അപ്പൊ നിങ്ങൾ ഉണ്ടായില്ലേ? പോ, നിങ്ങളില്ലാത്തപ്പോഴല്ലേ വന്നു? അങ്ങനെ വരട്ടെ. എന്റെ ദൈവമേ, ഞാൻ അറിയാതെ എവിടെയും പോയി ചാരിയിട്ടില്ല. അങ്ങനെയല്ല. നീ എപ്പോ വന്ന്, എങ്ങനെ വന്ന്, ആരോ കൂടെ വന്ന്, എത്ര ദിവസം തങ്ങി, എപ്പോഴും പോയി? എന്റെ സുഹൃത്തെ, ഈ പെണ്ണുമ്പിള്ള വെറുതെ കള്ളം പറയുന്നതാണ്. കള്ളോല്ല, എന്നെ കാണാൻ എന്റെ വീട്ടിൽ ചേട്ടൻ വന്നിട്ടുണ്ട്. എനിക്കറിയാം. എന്താ ചിലപ്പോ വല്ലോ ടച്ച് വെട്ടാൻ വന്നതായിരിക്കും. നീ ടച്ച് വെട്ടാൻ പോയല്ല, നീ അവളെ ടച്ച് ചെയ്യാൻ പോയി. ആവശ്യമില്ലാത്ത കാര്യം. അങ്ങനെയൊന്നുമില്ല. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടാ. എനിക്കൊന്നും വേണ്ട ഇതിനൊന്നും. പിന്നെ എടുത്തേരാൻ കൊണ്ടങ്ങോട്ട് പോ. നിങ്ങളിത് എന്തോ ഡൈവോഴ്സ്. നിന്റെ പകുതി സാധനം നീ എടുത്തോ, എന്റെ പകുതി സാധനം ഞാൻ എടുത്തോളാം. അയ്യോ അയ്യോ കൊച്ചു അയ്യോ സെയിം. എന്തോ ചേട്ടാ ഈ പറഞ്ഞു കൂട്ടുന്നത്? ഞാനല്ലേ പറഞ്ഞത് എന്നെ കാണാൻ വന്നത്? എന്താന്ന് ഓർത്തിട്ടാ? എന്നെ കല്യാണത്തിന് മുമ്പ് ചേട്ടൻ പെണ്ണാണാൻ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇല്ലെന്ന് പറഞ്ഞത്? എന്നെ ഇങ്ങനെ പെണ്ണാണാൻ വന്നപ്പോ നിങ്ങൾ കെട്ടിയിട്ടില്ല. നിങ്ങൾ കെട്ടുന്നതിന് മുമ്പുള്ള കാര്യമാണ് പൊട്ടാ പറഞ്ഞത്. അല്ല, ഞാൻ പെണ്ണ് കാണാൻ വന്നു. ആ എപ്പോ? തൃപ്പൂണിത്തമ്പലത്തിന്റെ പുറകിൽ ഇരുമ്പുവാലില്ലേ, അതിന്റെ സൈഡിൽ കാണുന്ന വീടല്ലേ എന്റെ? ആ തൃപ്പൂണിത്തറ അമ്പലത്തിന്റെ അവിടെ ഞാൻ പെണ്ണ് കാണാനായിട്ട് പോയിട്ടുണ്ട്. അതെ, ആ അൽപ്പന്റെ വീട്ടിൽ തന്നെ ഞാൻ പെണ്ണ് കാണാൻ പോയി. പറഞ്ഞു വരുമ്പോ ഏകദേശം ഒക്കെ തന്നെയാണ്. ഇവരുടെ വീട്ടിൽ പെണ്ണ് കാണാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് ഉള്ള അച്ഛൻ പറഞ്ഞു എന്തോന്നറിയാവോ? 10ാം ക്ലാസ് പാസ്സാകാത്ത ആൾക്ക് എന്റെ മോളെ കെട്ടിച്ചേരാൻ താല്പര്യമില്ല. ഒരു നിയമം അവര് അവിടെ വീട്ടിലുണ്ടായിരുന്നു. ഇവളുടെ അച്ഛൻ എന്നെ ആട്ടി ഇറക്കി കരയിച്ചു വിട്ട്. പിന്നെ എന്തിനാണ് ആറ്റിലിറക്കി കഴിയിച്ചു വിട്ടത്? ആട്ടിലിറക്കി കരയിച്ചെന്നല്ല, എന്നെ ആട്ടി ഇറക്കി കരയിച്ചു വിട്ടെന്ന്. അങ്ങനെ? പക്ഷെ എനിക്ക് അതിനകത്തൊരു വിഷമമില്ല. കാരണം 10ാം ക്ലാസ് പാസ്സാകാത്തോണ്ടാണ് എനിക്കിപ്പോ മൈസൂരിൽ ജോലി കിട്ടിയത്. പിന്നെ അവിടെ പോയി ജോലി ചെയ്തുകൂടായിരുന്നു? മൈസൂരിൽ എന്റെ ജോലിയുടെ കാര്യമാണ് പറഞ്ഞത്. മസ്തൂർ എന്നാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയും പറയാൻ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് കിട്ടിയിട്ടില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പൈസ എത്രയായി? ചിങ്ങം വരുമ്പോ 39. അപ്പൊ ചിങ്ങം വന്നില്ലെങ്കിലാ? ചിങ്ങം എന്നാ വയറ്റിലല്ലോ ബ്ലോക്കേ വല്ലതും കിടക്കുവാണ് വരാതിരിക്കാനായി. ശീലമാക്കരുത് കേട്ടാ. അല്ല, ഞാനത് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയല്ല, ഈ പറഞ്ഞ സാധനം അധികം ശീലമാക്കണ്ട കേട്ടാ. സാറേ, എനിക്ക് ഇവിടെ കെട്ടാ മുട്ടിയിരിക്കണ് കേട്ടാ. എടാ, ഒന്ന് കെട്ടി നിന്റെ കുഞ്ഞിനെ എന്റെ കൈ തന്നിട്ട് നിനക്ക് ഇനി വീണ്ടും കെട്ടണമെന്ന് പറഞ്ഞാൽ അത് എന്നാ വർത്താനമാടാ നീ പറയുന്നത്? ഈ ഹൂക്ക് വല്ലക്കോ, ഇവിടുത്തെ ഹൂക്ക് എന്റെ ഊഷ്മള മോനെ ഒന്ന് തൊട്ട്. ദൈവത്തെ ഓർത്താ പേരെന്നോട് പറയരുത്. ഒന്ന് കെട്ടിക്കോട്ടെ. അതെ, ഒരു കാര്യം ചെയ്യും, ഇവിടെ ഒന്നും തൊട്ടിൽ കെട്ടാൻ പറ്റത്തൊന്നുമില്ല. പിന്നെ ഇവിടെയാണ് ഈ വന്ന് കയറുന്ന നടയിൽ തന്നെയാണ് തൊട്ടിൽ ആട്ടാൻ പറ്റൂല. അങ്ങനെ ഇവിടെ ആട്ടണ്ട. അതിന്റെ അപ്പുറത്തൊരു സൈഡ് ഉണ്ട്, അവിടെ കൊണ്ടിട്ടാട്ടും. അവിടെ ആടുമല്ലേ? അവിടെ ആടും. ചെല്ലി ഈ കൊച്ചിനേത് പിടിക്കാവോ? കൊച്ചിനേത് പിടി.
ഒരു ജോലിയില്ല, അയാളെ കൊടുത്തിട്ട് വാ ഇങ്ങോട്ട്. അല്ലെന്ന് ഞാൻ എന്തിനാ കൊച്ചിനെ പിടിക്കണത്? ചേട്ടനൊന്നും പിടിക്കാൻ പാടില്ലേ? ഈ കൊച്ചിനെ വിട്, ഞാൻ എന്തിനാണ് വല്ലവന്റെ കൊച്ചിനെ പിടിച്ചോണ്ടിരിക്കുന്നത്? നമ്മള് തമ്മിൽ കല്യാണം കഴിച്ചെങ്കിൽ ഇതിപ്പോ നമ്മുടെ കൊച്ചാവൂലായിരുന്ന? ചിന്തിച്ച് നോക്ക്. സൈഡ് വാരം കേറാനുള്ള പരിപാടി വിട് വിട് വിട്. ഞാൻ പോയിട്ട് ചേട്ടൻ എന്തേ പറ്റി? എന്തോ കൊച്ചിനെ കൊണ്ട് എന്റെ കൈ തന്ന്. എന്റെ പൊന്നു കൊഞ്ചേ, നീ വല്ലാത്തൊരു കുടുംബത്തിലാണ് വന്ന് ജനിച്ചിരിക്കുന്നത്. എന്നാലും എന്നാ പേരെ ഇട്ടിരിക്കുന്നത്? നിനക്ക് മാമനൊരു പേരിടാം. എനിക്കറിയാവുന്നതും എനിക്ക് എക്സ്പീരിയൻസ് വെച്ച് നിനക്ക് നല്ലൊരു പേര്, ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമർ മോനെ. അയ്യേ, കൊച്ചുപുള്ളി 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 കൊച്ചുപുള്ളി. കൊച്ചുമുള്ളിക്ക് ഞാൻ പറഞ്ഞു തരണം, 10-40 വയസ്സായില്ലേ? ഒരു കൊച്ചുമുള്ളി കഴിഞ്ഞ് എന്ത് ചെയ്യണം? സ്റ്റാക്കി ഇരിപ്പോണ്ട് എടുത്തിട്ട് എടാ, നിങ്ങളുടെ കൊച്ചല്ലട മുന്നേ, ഞാനാണ് ഇതൊക്കെ മാറ്റി കൊടുക്കേണ്ടത്. ഈ കൊച്ചിനെ പിടിച്ചേ, കൊച്ചിനെ പിടി, കൊച്ചിനെ പിടി, കൊച്ചിനെ പിടി. കൊച്ചിനെ മാറ്റി പിടിയടി അങ്ങോട്ട്. ഹലോ, ഇവിടെ ആരുമില്ല. എന്റെ പൊന്നി ശീലക്കൂടെ, നിങ്ങൾ എന്താണ് ഈ പറയണത്? ശീലക്കൂടെ? എന്റെ പേര് ശീലൻ. എന്താണ്? ഇല്ല പൊന്നി ശീല സാറ്, സാർ എന്താണ് കാണിച്ചത്? എന്തത്? സാറ് ഓരോരുത്തർ അത്യാവശ്യപ്പെട്ടാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇതോടെ ഫോൺ ചെയ്യുന്നത്. അത് ഒന്നിച്ചെന്ന് പരിഹരിക്കണം സാർ. അല്ല, അതൊക്കെ പരിഹരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം. താൻ എന്റെ പരിപാടി നോക്കിപ്പോ. അപ്പൊ താൻ പരിഹരിക്കൂല? പരിഹരിക്കൂല. ഞാൻ പറഞ്ഞാലാ? എന്താ ഞാൻ പറഞ്ഞാലോ? എന്താ നീ പറഞ്ഞ ഞാനെന്തിനാ പരിഹരിക്കും? നീ നിന്റെ പാട്ട് നോക്കിപ്പോടാ. ഞാൻ ആരാണെന്ന് മനസ്സിലായ? മനസ്സിലായി. ആര്? വലിഞ്ഞു കയറി വന്ന ജഗതിയല്ലേ? വലിയ ജഗതിയാ? ഈ വലിഞ്ഞു കയറി വരുന്നവരെ പറയുന്നൊരു പേര്. അഗതി അഗതി. അതേ മിസ്റ്റർ ശീലൻ, എന്തോ 1.5 മാസം കൊണ്ട് ഞങ്ങൾ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പരാതി കിട്ടിയിട്ട് രഹസ്യമായിട്ട് വേഷം മാറി അന്വേഷിക്കാൻ വേണ്ടി വന്ന KSEBിയിലെ പുതിയ എഞ്ചിനീയറാണ് ഞാൻ. മനസ്സിലായോ ശീലൻ? ആരാന്ന് പറഞ്ഞു? എഞ്ചിനീയർ. എഞ്ചിനീയർ. ആ, അല്ല, ഞാന് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാറുണ്ടല്ലോ. പിന്നെന്താണ് കുഴപ്പം? ഇങ്ങനെയാണോ ഡ്യൂട്ടിയും കാര്യങ്ങളും ചെയ്യുന്നത്? അല്ല, ചെയ്തായിരുന്നു. മര്യാദയ്ക്ക് പോയി ആ പരിഹാരം ഇത് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ട് വാ. ചെല്ല്. ഞാൻ ചെല്ല് ചെല്ല്. രാവിലെ 9 മണി കഴിയുമ്പോൾ മെമ്മ വരും. മാച്ചോണ്ട് 45 ദിവസം വീട്ടിൽ ഇരുന്നോളണം. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ബൈക്കുണ്ട്. ഞാൻ മെമ്മൂലിൽ കയറി പോകാൻ എനിക്ക് താല്പര്യമില്ല. മെമ്മൂലിൽ കയറി പോണ കാര്യമല്ല, മെമ്മ വരും 45 ദിവസം വീട്ടിൽ ഇരിക്കണോ? അയ്യോ സാറേ, വീട്ടിലിരുത്തരുത്. ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്. ഞാൻ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. പക്ഷേ ഈ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. 10-40 ദിവസം വീട്ടിൽ ഇരുന്നേ പറ്റൂ. സാറേ, അങ്ങനെ പറയരുത് സാറേ. എന്റെ ജോലി കളയരുത്. ഈ ജോലി പറഞ്ഞിട്ടാണ് ഞാനൊരു കല്യാണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചത്. ദൈവത്തെ ഓർത്ത് ഒറ്റ പ്രാവശ്യം, ഒരു പ്രാവശ്യം, അയ്യോ. ഒറ്റ പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചിരിക്കും. ഒറ്റ പ്രാവശ്യം ഉറപ്പാണല്ലോ. ഒരു പ്രാവശ്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നന്നായിട്ട് ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളായിരിക്കും സാർ. ഇനി സാറ് പേടിക്കണ്ട. ആയിക്കോട്ടെ. ഇനി ഇവിടെ കറണ്ട് പോകത്തുമില്ല. ഒന്നും വിളിച്ച ഭാഗത്ത് ഞാൻ കിട്ടും സാറേ. അല്ല, എല്ലാ സ്ഥലത്തും ഞാൻ കിട്ടും. നോക്ക്, ഇല്ലേ പോണ് നോക്ക്. എന്റെ ദൈവമേ, എന്ത് പോക്കാണ് പോണ. മിന്നലടിച്ച പോലെ പോണ്. നിങ്ങൾക്ക് ശരിക്കും എഞ്ചിനീയർ ആയിട്ട് ജോലി ഉണ്ടായിരുന്ന ചേട്ടാ? ആർക്ക്? ചേട്ടന്. നിനക്കെന്തിനാ പ്രാന്ത? 9ാം ക്ലാസ് പകുതി വെച്ച് നിർത്തി ഞാൻ എഞ്ചിനീയർ. പിന്നെ എഞ്ചിനീയർ ആന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ കള്ളം പറഞ്ഞില്ലേ? എടി, ഞാൻ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞപ്പോ ശീല സാർ ഓടിയ ഓട്ടം കണ്ട. പുല്ല് പോലെ മുളക്കൂലാട്ടാ പോയ വഴിക്ക്. നമ്മളെ പോലുള്ള എന്തുമാത്രം ഒരു മാസം എന്തുമാത്രം പൈസ അടയ്ക്കുന്നു, ചാർജ് അടയ്ക്കുന്നു, അഡീഷണൽ ബില്ല് അടയ്ക്കുന്നു. മഴയും പേമാരിയും വന്നു കഴിഞ്ഞാലേ വേറൊരു കാര്യമുണ്ട്. മഴയും പേമാരി അവഗണിച്ച് ജോലി ചെയ്യണ ഒരുപാട് ഓഫീസർമാരുണ്ട്. അവരെ നാറ്റിക്ക ഇതുപോലത്തെ ഒരു വിത്ത് മതി. മനസ്സിലായ? എടി, ഊഞ്ഞാലാടിയ വീട്ടിലെ ഉണ്ണിയുടെ ബുദ്ധി എങ്ങനെ ഉണ്ടടി? ഊഞ്ഞാലാടിയ വീട്ടിലെ ഉണ്ണിയുടെ ബുദ്ധി ഉഗ്രൻ. ഊഷ്മളകുമാരേ.